മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിന് ഒരു ആഗ്രഹമുണ്ടായിരുന്നു. മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു, പറ്റുമെങ്കിലും പുന്നാർ റസൂലിന്റെ അടുത്തടക്കണേ, കഴിയുമെങ്കിലും അവിടെ നടക്കണേ. ആരെങ്കിലും എതിർത്താൽ, ആരെങ്കിലും കുറ്റപ്പെടുത്തിയാൽ ഇവിടെ അടക്കാൻ കഴിയൂലെന്ന് പറഞ്ഞാൽ മാത്രം ജന്നത്തുൽ ബഖീൽ എന്റെ ഉമ്മച്ചാന്റെ അടുത്ത് എന്നെ കൊണ്ടടക്കണേ എന്ന് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ആ മയ്യത്ത് റൗള ശരീഫിന്റെ മുറ്റത്തടക്കാൻ അനുവദിച്ചില്ല. എപ്പോഴും തോളത്ത് കയറിയിരുന്ന വല്യാപ്പാന്റെ ചാരത്തൊരു കബർ കിട്ടിയില്ല. നിസ്കരിക്കുന്ന സമയത്ത് പോലും തലയിൽ കയറിയിരുന്നു കൊണ്ട് കുസൃതി കാണിച്ച ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് പുന്നാര റസൂലിന്റെ ചാരത്ത് കിടക്കാൻ ഒരാറടി മണ്ണിന്റെ സ്ഥലം കിട്ടിയില്ല. വാലില്ലാത്ത ഒട്ടകമാണല്ലോ എന്ന് പറഞ്ഞ റസൂലുള്ളാഹിയുടെ തലയിൽ കെട്ടിന്റെ വാല് കൊടുത്ത് കളിപ്പിച്ച ഹസൻ റളിയല്ലാഹു അൻഹുവിന് റൗള ശരീഫിന്റെ മുറ്റത്ത് കിടക്കാൻ സ്ഥലം കിട്ടിയില്ല. ആരും അനുവദിച്ചില്ല, ഭരണാധികാരികൾ അനുവദിച്ചില്ല. പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. നേരെ കൊണ്ടുപോവുകയാണ്, ജന്നത്തുൽ ബഖീലേക്ക് കൊണ്ടുപോവുകയാണ്. ഉമ്മച്ചാന്റെ ചാരത്ത് കൊണ്ടുപോയി പാവപ്പെട്ട ഹസൻ റളിയല്ലാഹു തആല അൻഹുവിനെ ഖബറടക്കുകയാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു അരിശമായി ഭക്ഷണം കഴിക്കുന്നില്ല, ഉറങ്ങുന്നില്ല, ചാടി എഴുന്നേൽക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഹസനെ ചതിച്ചു കൊന്നവന്റെ കഴുത്തു വെട്ടിയിട്ടല്ലാതെ ഈ ഹുസൈനിന് സമാധാനമില്ലെന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. സൈനബ് എന്ന് പറയുന്ന പാവപ്പെട്ട പെങ്ങള് പറഞ്ഞു, ഹുസൈനേ, എവിടെയാണ് നീ പോകുന്നത്? ഹുസൈനേ, സമാധാനപ്പെടൂ ഹുസൈനേ, ഒരുപാട് കാര്യങ്ങൾ നിനക്ക് ചെയ്തു തീർക്കാനുണ്ട് ഹുസൈനേ.